ഈ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുമ്പോഴേ ചില ദിവസങ്ങളിൽ അവർ ഭയങ്കര മൂടിയായിരിക്കും. ഇങ്ങനെ ഒന്നും മിണ്ടില്ല. എന്തോ ഒരു ടെൻഷൻ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പൊ ഈ ഭാര്യമാര് ചെയ്യുന്നൊരു പണി എന്താണെന്നറിയും. എന്താ പറ്റി, എന്താ വിഷമം, എന്നോട് തുറന്നു പറ, ഞാനില്ല നിങ്ങൾക്ക്, എന്നോട് പറ. ഇവരിങ്ങനെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ പുരുഷന്മാര് പൊതുവെ അത് ഷെയർ ചെയ്യൂല. പിന്നീട് അത് വേറൊരു തലത്തിലേക്ക് പോകും. അതായത് നിങ്ങൾക്ക് എന്നോടൊന്നും പറയാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ആരാ ഇവിടെ എന്നുള്ള രീതിയിൽ ആ സംസാരത്തിന്റെ ടോണ് മാറുകയും പിന്നീട് അതൊരു വഴക്കിലോട്ട് പോവുകയും ചെയ്യും. ആക്ച്വലി ഇവിടെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പുരുഷൻ എപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് അവർ ചിന്തിക്കുക. അത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ ലോജിക്കലി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ പരിഹരിക്കണമെന്നായിരിക്കും അവർ ചിന്തിക്കുക. ചിലപ്പോൾ അവർക്ക് പണത്തിന്റെ ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങളോട് പറഞ്ഞിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഒരു വളയോ മാലയോ ഒക്കെ പണയം വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ കൊടുക്കും, അതുമില്ല. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവര് നിങ്ങളോടെല്ലാം തുറന്നു പറയണം, എല്ലാ വിഷമങ്ങളും അല്ലെങ്കിൽ എല്ലാ ഫീലിങ്സും അവര് ഷെയർ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കും. ഈ ആഗ്രഹം ഒരു തെറ്റാണെന്ന് പറയില്ല. പക്ഷെ പുരുഷന്റെ സൈക്കോളജി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അവനെല്ലാം എല്ലായ്പ്പോഴും തുറന്നു പറഞ്ഞു കൊള്ളണമെന്നില്ല. ഒരു പുരുഷനെ ഒരു സ്ത്രീയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? സപ്പോർട്ടാണ്. അവൻ എന്ത് കാര്യങ്ങളിലും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവൻ ഏറ്റവും വിലപ്പെട്ടത്. ഇതിലേക്ക് കയറി വരുന്ന ഭർത്താക്കന്മാര് അവർ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറച്ചു നേരം അവരുടെ ആ സ്പേസിൽ വിടുക. അവരെടുക്കുന്ന ഒരു സൈലൻസ് ഉണ്ടല്ലോ, അത് അവർക്ക് ഒരു റിഫ്രഷ്മെന്റ് ടൈമും കൂടിയാണ്. അവരവരുടെ ചിന്തകളെ അനലൈസ് ചെയ്ത് അതിനെങ്ങനെ വേർതിരിച്ചതിന് ശേഷം അവരൊന്ന് നോർമലാവും. ആ നോർമൽ ആവുന്ന സമയം നിങ്ങൾ അവർക്ക് കൊടുക്കണം. അല്ലാതെ അവരുടെ പിറകെ നടന്നിട്ട് എനിക്കറിയണം എന്താ പ്രശ്നം, എന്നോട് പറഞ്ഞു തീരും എന്നുള്ള വാശിയിൽ അവരുടെ പിറകെ നടക്കരുത്. ചില ആളുകൾ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ സൈലന്റ് ആവും. കാരണം അവർക്കറിയാം ആ സമയത്ത് അവരെന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അത് വഷളാവുന്നു. അതുകൊണ്ട് അവരെടുക്കുന്ന ഒരു പ്രിക്കോഷൻ ആണ് ഈ സൈലൻസ് എന്ന് പറയുന്നത്. അതിനെ അക്സെപ്റ്റ് ചെയ്യുക. പലപ്പോഴും പുരുഷന്മാരിലാണ് ഇത് കാണാറുള്ളത്. അവർക്കറിയാം ആ ഒരു സമയത്ത് അവർ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാരും, അവരുടെ വാക്കുകൾ കുറച്ച് മൂർച്ചയുള്ളതായി മാറും എന്നൊക്കെ അവർക്കറിയാം. അപ്പൊ അവർ ഓട്ടോമാറ്റിക്കലി സൈലന്റ് ആവും. ഈ സൈലൻസിന് കയറി ഇങ്ങനെ തോണ്ടാൻ നിൽക്കരുത്. അപ്പൊ അവരെന്താണ് വല്ലതും പറയും, പിന്നീട് അത് പ്രശ്നമാവും, അത് പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറും. അതുകൊണ്ട് ചില സമയത്ത് നമ്മുടെ പാർട്ട്ണറിന് സൈലന്റ് ആയിരിക്കാനുള്ള അവകാശവും നമ്മൾ കൊടുക്കണം.